everyone, Assalamu alaikum. Welcome back to Days of Villains. ഇന്നൊരു അടിപൊളി ചിക്കൻ നഗറ്റ്സ് ആയാലോ? ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ വീഡിയോയിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഏകദേശം 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ക്ലീൻ ചെയ്ത് അതിലെ വെള്ളം എല്ലാം ഊറ്റി വെക്കണം. ഇപ്പം ഞാനിവിടെ 2 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്കത് മിക്സിയിൽ ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ ബ്രെഡിലോട്ട് നമുക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്ത് കാണുന്നില്ല വീഡിയോയിൽ. 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത്. അതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ആഡ് ചെയ്യാണ്. ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ് എടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ അതിലോട്ട് ഒരു 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ലാസ്റ്റ് ചേർത്ത സോയാ സോസ് ഓപ്ഷണലാണ്. ഇപ്പം നമ്മൾ അടിച്ചെടുത്ത ചിക്കനാണിത്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. അതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ കുഴക്കണം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കത് കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഏകദേശം 30-45 മിനിറ്റ് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 45 മിനിറ്റിന് ശേഷം കൈ നന്നായിട്ട് ഓയിൽ പുരട്ടുക. എന്നിട്ട് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിൽ നന്നായിട്ട് ഓയിൽ വേണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ അത് ഒട്ടി പിടിക്കും. അതിനുശേഷം ഞാനത് മൈദമാവിലൊന്ന് മുക്കിയെടുക്കുകയാണ്. മൈദമാവിൽ മുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്കൊന്ന് റീഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മളത് നന്നായിട്ട് മുട്ടയിൽ മുക്കിയെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ മുട്ടയിൽ മുങ്ങണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. നഗറ്റ്സ് ആണെങ്കിലും കട്ട്ലറ്റ് ആണെങ്കിലും ഒക്കെ മുട്ടയിൽ നന്നായിട്ട് തന്നെ മുങ്ങണം. ഇനി അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ നഗറ്റ്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീസറിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ആവശ്യാനുസരണം നിങ്ങൾക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. ഇനി നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ നഗറ്റ്സ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.